രണ്ടാമത് ഷോർട്ട് ഫിലിം കലാസാഹിത്യ പുരസ്കാര ചടങ്ങുമാണ് ഇന്ന് ഈ VJT ഹാളിൽ നടക്കാൻ പോകുന്നത്. വിശിഷ്ട വ്യക്തികൾക്കും മഹനീയ സാന്നിധ്യം കൊണ്ട് കേരളക്കരയിലെ അങ്ങോളം ഇങ്ങോളമായിരിക്കുന്ന സിനിമ മേഖലയിലും ഷോർട്ട് ഫിലിം മേഖലയിലും അതുപോലെ സാഹിത്യ മേഖലയിലും കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ അംഗങ്ങളാണ്, സഹോദരങ്ങളാണ് എൻ്റെ മുന്നിൽ ആയിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. അതിനു മുമ്പ് തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റിയെക്കുറിച്ച് ഒരു വാക്ക്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് വെള്ളറട എന്ന തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന ഗ്രാമത്തിൽ പല മേഖലയിലുള്ള തെരുവ് നാടകം, നാടകം, വിൽപ്പാട്ട്, ഗാനമേള, മിമിക്രി, ഷോർട്ട് ഫിലിം, അന്ന് ഷോർട്ട് ഫിലിം കുറവായിരുന്നു, അതുപോലെ സിനിമാ മേഖലയിലുള്ള പിന്നണി പ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് തെക്കൻ സ്റ്റാർസ് മീഡിയ. അത് കാലക്രമേണ വളർന്ന് 250ഓളം വിവിധ മേഖലയിലെ കലാകാരന്മാർ മെമ്പർഷിപ്പുള്ള ഒരു കലാസംഘടനയാണ്. അത് 2023 MLA-യുടെ പാറശാല MLA-യുടെ ആവശ്യപ്രകാരം അത് തിരുവനന്തപുരം ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്ട്രേഷൻ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ രീതി അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പഞ്ചായത്തിനകത്താണ് ഈ പ്രോഗ്രാം നടത്തിയത്. അതിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഇപ്രാവശ്യം നിങ്ങളുടെയൊക്കെ യാത്രാ സൗകര്യവും നോക്കി, അല്ലെങ്കിൽ 45 കിലോമീറ്ററിന് അപ്പുറത്താണ് വയ്ക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ യാത്രാ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഈ പ്രോഗ്രാം വയ്ക്കുന്നത്. അപ്പോൾ വേറെ നീട്ടുന്നില്ല, സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ആദ്യമായിട്ട് സ്വാഗതം പറയേണ്ടത്, ഇന്ന് മലയാള സിനിമയുടെ പല മേഖലയിലും പ്രൊഡ്യൂസിങ് പല മേഖലയിലുമായിരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ദിനേശ് പണിക്കർ സാറാണ് ഇന്ന് നമുക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹത്തെ എൻ്റെ പേരിലും ഈ തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ പേരിലുള്ള കൃത്യമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ സംവിധായകൻ, അതുപോലെ സിനിമ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയറക്ടറായ ശ്രീ ജോളിമാസ് സാറാണ്. അദ്ദേഹത്തെ ഏറെ ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇപ്പോൾ സ്വാഗതം പറയേണ്ടത് നമ്മുടെ മുൻഷി ഹരീന്ദ്രൻ സാറാണ്. ഏറെ തിരക്കുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ. അപ്പോൾ നമുക്ക് മുൻഷി എന്ന പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, TV-യിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രോഗ്രാമായിരുന്നു മുൻഷി. ആ മുൻഷിയുടെ നെടുന്തൂണായിരുന്ന ഗിന്നസ് ഹരീന്ദ്രകുമാർ സാറാണ്. അദ്ദേഹത്തെ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നുണ്ട്. അടുത്തതായി സിനിമ മേഖലയിൽ, സീരിയൽ മേഖലയിലൊക്കെ വന്ന് കഴിതെളിയിച്ച ഞങ്ങളുടെയൊക്കെ ഒപ്പം സുഹൃത്തായ ശ്രീമതി ദീപാ സുരേന്ദ്രൻ അവർകളാണ്. അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഏറെ ഹൃദയത്തോടുകൂടി ഹൃദ്യമായ ഭാഷയിൽ തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ ഈ അവാർഡ് നൈറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നുണ്ട്. അടുത്ത വഞ്ചിയൂർ പ്രവീൺ സാറ് യാത്രയിലാണ്. മായ വിശ്വനാഥ് മാഡം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ പേരിലേക്ക് ഹൃദ്യമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. കവയത്രി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിറാമങ്ങിയ ഓർമ്മ ONV പുരസ്കാരം. പുരസ്കാരം പ്രകൃതി സ്നേഹം തന്നെയാണ് ദേശസ്നേഹമെന്നും ഓർമ്മിപ്പിക്കുന്ന സാധാരണക്കാരൻ്റെ ഭാഷയിൽ കവിതയെ ഹൃദയമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന കവി തൻ്റെ ഹൃദയവേദന നിലാവിനെ സാക്ഷിയാക്കി അഗാധതരങ്ങളിൽ തളം കെട്ടിക്കിടന്ന കാവ്യബോധം ഓരോ മനസ്സിലും പരിവർത്തനത്തിൻ്റെ ജ്വാലം തെളിയിക്കുന്നു ഈ കവിതാസമാകാരം. പെരുമിടക്കാലത്തിൻ്റെ തീവ്രതയിലേക്ക് അനുവാചകനെ വഴി നടത്തുന്ന മാസ്കരിക ഭാവം ഇദ്ദേഹത്തിൻ്റെ ഈ കവിതകളിൽ ദർശിക്കാം.
മഴവേലികൾ ആഴത്തിലിറങ്ങി നീരിറങ്ങുകളെ തേടുന്ന മനോഹര കാവ്യം. ചിന്തയെ വളരെ പ്രമാത്മകമായി അവതരിപ്പിക്കുന്ന വാക്കുകളുടെ മഹാസാഗരമായ കാലത്തിനൊപ്പവും കാലത്തിന് മുമ്പേ നടക്കുന്ന ഒട്ടനവധി ആശയസമ്പുഷ്ടമായ കാവ്യ സമാഹാരം അനുവാചകന്റെ ഹൃദയത്തിൽ ഊർജ്ജം നിർത്തുന്നു. സ്വന്തം വേദികൾ തേടിപ്പോകാൻ ആഗ്രഹിക്കുന്ന കവി മനസ്സിന്റെ വേദനകൾ നൃത്തമാക്കുന്നു ഈ കവിതാ സമാഹാരം. ഈ പുഴയുള്ള കവിതാ സമാഹാരത്തിന് തെക്കൻ സ്റ്റാർസ് മീഡിയ എല്ലാവിധ ഭാഗങ്ങളും നേടുന്നു. ഹൃദ്യമായ കാഴ്ചകളുമായി അനിവാര്യ ഹൃദയങ്ങളെ കീഴടക്കുന്നു ഈ കവിതാ സമാഹാരം. ചിറക് ഉയർത്തട്ടെ. കാലത്തിൻ്റെ ശിഥിര സ്വഭാവങ്ങളും സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവങ്ങളും അതിക്രമങ്ങളും തുടങ്ങി ആത്മാവിൻ്റെ അന്തർധാരയിൽ നിന്നും വിവിധ ഭാവങ്ങൾ വരച്ചു കാട്ടുന്ന മഹത്തായ കവിതാ സമാഹാരം. അവൾ ഒരു കടന്നു. സിനി ബത്തേരി പുരസ്കാരം വിജി പാഴൂർ കങ്ങമ്പുഴ പുരസ്കാരം മിഴിത്തുള്ളു പുഷ്പ അനിലിൻ്റെ മിഴിത്തുള്ളു. കാവ്യ സൃഷ്ടി ഒറ്റ നക്ഷത്രം ബിന്ദു പ്രദീപ്. സ്വപ്നങ്ങളിലൂടെ ജിമിക്കിയും കടുക്കൽ ചൊവ്വ യാത്ര ചെയ്യുന്നു ഈ കഥാസമാഹാരം. കടൽ പെറ്റുരുകൾ ലൈന മാറ്റം. എല്ലാവരും നമ്മുടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കേരളത്തിൻ്റെ ഓരോ കഥകളും നമ്മെ പ്രേരിപ്പിക്കുന്നു. അനുരാഗിനി ഇതായി കല്ലിൽ വിരിഞ്ഞ പൂക്കൾ. ജിഷ്ണു പി മോഹൻ. ഒരു സാഹിത്യ സൃഷ്ടിയുടെ രചയിതാക്കൾക്കും എല്ലാവിധമായ ഭാവങ്ങളും തെക്കൻ സ്റ്റാർസ് പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരു നോവൽ. വൈശാഖി നന്ദകുമാറിൻ്റെ വെച്ചാമര.
സഖാവ് പെരുമൻ എലിയാസ് കണിയാപുരം രാമചന്ദ്രൻ പുരസ്കാരം. ചെല്ലമ്മത്തമ്പുരാട്ടി ചെല്ലമ്മത്തമ്പുരാട്ടി ബിജു തെക്കേട. ചെമ്പകക്കാവ് സ്നേഹ മേലിടത്ത് പെരുവലയിൽ MV ജനാർദ്ദനൻ ഉറൂബ് പുരസ്കാരം. അമ്പൂരി ജയൻ സിനിമ സീരിയൽ താരം. ദീപാ സുരേന്ദ്രൻ സിനിമാ സെറ്റിൽ എന്നിവർ ചേർന്ന് തുടർന്നുള്ള അവാർഡ് ക്രമീകരിക്കും. ഇനി കുറച്ച് അവാർഡുകളാണ്. മനോഹരമായ ഒരു സാഹിത്യ സൃഷ്ടി കാലം കണക്കെടുക്കുമ്പോൾ പ്രമോദ് കുമാർ. സിനിമാ നോവൽ ഓർമ്മ ബിനോ സേതി. കാവലാണ് ഉറുമ്പ് പുരസ്കാരം. കനവിലെ മുത്തിയമ്മ നവാസ് ഖാൻ കല്ലമ്പല. സീതായ രാജുവിൽ വാഴു വള്ളത്തോൾ പുരസ്കാരം. രാജുവിൽ വാഴു. അശ്വത്ഥാത്മ പറഞ്ഞ കഥ LV ഓർമ്മിപ്പിക്കുന്നു. നിരവധി വേദികളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അശ്വത്ഥാത്മ പറഞ്ഞ കഥ ജൈത്രയാത്ര തുടരുന്നു. അശ്വത്ഥാത്മ പറഞ്ഞ കഥ ഫാന്റസിയുടെ മേഖലകളിൽ കവിത പലപ്പോഴും കടന്നു ചെല്ലുന്ന വിരുദ്ധമായ മാനസിക ഭാവങ്ങളുടെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന തീയുടെ കവിതകൾ മനഃശാസ്ത്രപരമായി സമീപിക്കാനെന്ന തിരിച്ചറിവാണ് ഈ വൈജ്ഞാനിക സാഹിത്യകൃതിയുടെ പഠനത്തിന് ആധാരമെന്ന് നമ്മുടെ ഗസ്റ്റുകളായ ജിനേഷ് പണിക്കർ, ജോണി മാസ, ബച്ചീർ പ്രവീൺ, കവി ബിജു ബാലകൃഷ്ണൻ. ഇതോടുകൂടി തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ഫിലിം സൊസൈറ്റിയുടെ 2024 വർഷത്തെ സാഹിത്യ പുരസ്കാര കലാകേരള ശില്പികളെ അഭിവാദം